ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് ഇത്തിരി ഡിസപ്പോയിൻമെൻറ്റ്സും കുറച്ച് പേർക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്ര പെർസെൻറ്റേജ് വേണം ഒരാൾക്ക് നഴ്സിംഗിൽ ഗവൺമെൻറ് അഡ്മിഷൻ കിട്ടാൻ, എത്ര സീറ്റ്സ് ആണ് ഈ ഒരു അവൈലബിൾ എന്നുള്ള കാര്യങ്ങളും, പിന്നെ ഈ ഒരു പ്രൈവറ്റ് കോളേജസിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും എന്നൊക്കെയുള്ള എന്തൊക്കെ രീതിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാം എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. എൻ്റെ എക്സ്പീരിയൻസിലും എൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്നും ഒക്കെയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Hello guys, welcome back to my channel. I'm Jayalakshmi and you're here in the rhythm of Jay. Please do like, share and subscribe. ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നഴ്സിംഗ് സീറ്റ്സ് ഭയങ്കര ലിമിറ്റഡ് ആണ്. നഴ്സിംഗ് സീറ്റ്സ് അത്രയും ഇല്ല. ഇപ്പോൾ ഒരു കോളേജിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ കുറച്ച് കോളേജസേ ഉണ്ടാകത്തുള്ളൂ. ആ കോളേജസിൽ തന്നെ ഫ്രം 50 to 100 റേഞ്ചിൽ സീറ്റ്സ് ഉള്ള കോളേജസ്, ചില കോളേജസിൽ 50 സീറ്റ്സേ കാണത്തുള്ളൂ, ചില കോളേജസിൽ 70 ആൻഡ് ചില കോളേജസിൽ 100 സീറ്റ്സ് ഉള്ള കോളേജസും ഉണ്ട്. ഗവൺമെൻറ് കോളേജസ് തന്നെ വളരെ കുറവാണ്. നമ്മുടെ കേരളത്തിൽ 5-6 ഗവൺമെൻറ് കോളേജസേ ഉള്ളൂ. ആ കോളേജസിൽ തന്നെ 100 സീറ്റ്സ് ആണ് മാക്സിമം ഉള്ളത്. അപ്പോൾ ഇനി ഒരു കാര്യം, ഒരു സത്യമായിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ +2 റിസൾട്ട്സ് നിങ്ങളൊന്ന് നോക്കുക. +2 റിസൾട്ട് CBSE ഓക്കെ ഫൈൻ, സ്റ്റേറ്റ് റിസൾട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് കുട്ടികൾക്കാണ് ഇൻഡെക്സ് മാർക്ക് 300-ന് 300 കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടുന്ന ഒത്തിരി കുട്ടികൾ, ഒരുപാടെന്ന് പറഞ്ഞാലും പോരാ, ഏകദേശം 2-3,000 കുട്ടികൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ ഫുൾ മാർക്ക് കിട്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതെങ്ങനെയാ ഫുൾ മാർക്ക് എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു കൺസേൺ, ഞാൻ എൻ്റെ വീഡിയോയിൽ വന്ന് പൊങ്കാല ഇടരുത്, കമൻറ്റ് സെക്ഷനിൽ വന്ന് എന്നെ ഒന്നും പറയരുത്. എന്നാലും എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ ഒരു ഒപ്പീനിയനാണ് ഈ ഒരു ഫുൾ മാർക്ക് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത് വെച്ചാൽ, ഒരു ആൻസർ കീ നമ്മൾ ഉണ്ടാക്കിയിരിക്കുക അല്ലേ. ഒരു ആൻസർ കീ, ഒരു എക്സാമിന് തീർച്ചയായിട്ടും എക്സാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു ആൻസർ കീ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഡിറ്റോ ആ ആൻസർ കീ അതേപോലെ എഴുതി വെക്കുന്ന കുട്ടികളായിരിക്കണ്ടേ ഈ ഒരു 300-ന് 300 കിട്ടേണ്ടത്. അപ്പൊ അതുപോലെയാണോ? പിന്നെ ഒരു 300-ന് 300 എന്ന് പറയുമ്പോൾ, ഞാനൊരു ഇൻഡെക്സ് മാർക്കാണ് 300 കേട്ടോ. അപ്പോൾ അതിന് 300-ന് 300 കിട്ടുമെന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ സബ്ജക്റ്റിന് ഒരേപോലെയാണോ ഇത്രയും കുട്ടികളും ആൻസേഴ്സ് ചെയ്തേക്കുന്നത്? ഇത്തിരിയെങ്കിലും ഒരു വേരിയേഷൻ വരണ്ടേ? അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ആക്ച്വലി ഭയങ്കര അതിശയമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ ഈ ഒരു കാര്യത്തിലൂടെ ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര അതിശയമായിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ പിള്ളേർ നല്ല ബ്രില്യൻ്റ് ആണ്, അടിപൊളിയാണ്, അവർ സൂപ്പറായിട്ട് പഠിച്ചിട്ടായിരിക്കും ഈ ഒരു മാർക്ക് കിട്ടുന്നത്. എന്നാലും ഇത്തിരിയൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇതൊക്കെ ചെയ്യാമായിരുന്നു. ബിക്കോസ് അത്രമാത്രം സീറ്റ്സ് ഇല്ല, അത്രമാത്രം കുട്ടികളെ അടിപൊളിയായിട്ട് ഇറക്കി വിടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രമാത്രം സീറ്റും ഉണ്ടാവണ്ടേ. പക്ഷെ അത് ഇല്ല. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, 300-ന് 300 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾ ഒരുപാടുണ്ട്, സീറ്റിലും കൂടുതൽ കുട്ടികളുണ്ട്. അപ്പോൾ അത് തന്നെ റിസർവേഷനും ഇതും ഒക്കെ ആയിട്ട് പോകും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണ്, പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, 299 ഇൻഡെക്സ് മാർക്ക് കിട്ടിയിട്ട് പോലും ലാസ്റ്റ് ഇയർ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടിയുണ്ട്. അത് അവസാനം പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൻ്റെ അഡ്മിഷന് വേണ്ടി കൊടുത്തിരുന്നിട്ട് പ്രൈവറ്റ് ഒരു നഴ്സിംഗ് കോളേജിൽ ചെന്നു, അഡ്മിഷൻ എടുത്തു. അതിനുശേഷം 3rd അലോട്ട്മെൻറ്റിലാണ് ആ കുട്ടിക്ക് ഗവൺമെൻറ് സീറ്റ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ 298 ഇൻഡെക്സ് മാർക്ക് 298.5 നിങ്ങൾക്ക് കിട്ടിയാൽ പോലും ഗവൺമെൻറ് സീറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകം റിസർവേഷനോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്, എനിക്ക് ഇത്രയാണ് ഇൻഡെക്സ് മാർക്ക്,
അപ്പോൾ ആക്ച്വലി അവരോട് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് പറയാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ചാൻസ് ഉണ്ട് എന്നാലും എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതെനിക്ക് പേഴ്സണലി ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അങ്ങനെ കമൻറ്റ് ഇട്ടത്. പക്ഷേ ഇതാണ് സത്യാവസ്ഥ, ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത പ്രൈവറ്റ് കോളേജസിലേക്ക് വരാം. പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോളേജസും ഇപ്പോൾ കംപ്ലീറ്റ്ലി അലോട്ട്മെൻറ്റിൻ്റെ ബേസിസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അലോട്ട്മെൻറ്റ് ബേസിസിൽ വരുന്നത് കൊണ്ട് തന്നെ മെറിറ്റിൻ്റെ രീതിയാണ്. അപ്പോൾ തന്നെ ഇത് പറയുന്ന പോലെ 295 പോട്ടെ, 290 വരെ ഞാൻ എടുക്കാം. അത്രയൊന്നും പോവില്ല, എന്നാലും 290 വരെ എടുക്കാം. 290ക്കും താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹോപ്പ് പോലും അധികം വെക്കണ്ട. 290ക്കും എബോവ് ആണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്, പ്രത്യേകം റിസർവേഷൻസ് ഒന്നും തന്നെ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷയൊന്നും വെക്കരുത്. പ്രത്യേകിച്ചും CBSE ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഇത് കിട്ടില്ല. ഞാനൊരു അനുഭവം ഗുരുവായിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ CBSE ആണ് പഠിച്ചത്. അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള ഒരു ഒപ്പീനിയൻ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഓടിച്ചെന്ന് NRI അഡ്മിഷൻ എടുക്കാൻ. കാരണം എനിക്ക് നഴ്സിംഗ് തന്നെ വേണം, എനിക്കിനി ഒരു റിപ്പീറ്റിങ്ങിനും വയ്യ, ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും എനിക്ക് പിന്നെയും പഠിക്കാൻ വയ്യ എന്നുള്ള കടുംപിടുത്തം കൊണ്ട് എന്നെ റിപ്പീറ്റ് ചെയ്യാൻ ഒന്നും കൊണ്ടാക്കാണ്ട് എന്നെ ഡയറക്റ്റ് കൊണ്ടുവന്ന് NRI അഡ്മിഷന് നഴ്സിംഗിൽ ചേർക്കുമായിരുന്നു. ഞാൻ പഠിച്ചത് കിംസ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ് കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്. അവിടെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ തൊട്ടടുത്താണ്. എനിക്കൊരു 15 മിനിറ്റ്സോളം വേണ്ട എൻ്റെ കോളേജിലേക്ക് പോകാൻ. അപ്പോൾ ആ കോളേജിൽ തന്നെ കിട്ടണം എന്നുള്ള നിർബന്ധം കൊണ്ട് അവിടെ തന്നെ കൊണ്ടുപോയി NRI അഡ്മിഷൻ എടുക്കുമായിരുന്നു ഞാൻ ആ ഒരു കാലത്ത്. 2019-ലായിരുന്നു. അപ്പോൾ 2019-ൽ ഞാൻ അഡ്മിഷൻ എടുക്കുമായിരുന്നു. ചിലർക്ക് ഡൗട്ട് കാണും, 2019-ൽ കയറിയിട്ട് ഞാൻ ഈ 2024-ലാണോ എക്സാം എഴുതി പാസ്സായിരുന്നു. ഞാൻ കോവിഡ് ബാച്ച് ആയിരുന്നു. എനിക്ക് 2 വർഷം ലാഗ് വന്നു. രണ്ട് വർഷമല്ല, ഏകദേശം 1.5 വർഷത്തോളം ലാഗ് വന്നു. എക്സാംസ് ഒക്കെ ലാഗായി. അതുകൊണ്ടാണ് ഈ ഒരു ടൈമിലാണ് എക്സാം കഴിഞ്ഞതായി ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഒരു കാര്യം. അപ്പോൾ ഇനി ഈ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള മറ്റ് വേസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്പെഷ്യൽ കാറ്റഗറി അല്ലെങ്കിൽ പല റിസർവ്ഡ് കാറ്റഗറി ഉണ്ട്. ലൈക്ക് ഫിഷർമാൻ ആയിട്ടുള്ള ആ ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് OBC ആ ഒരു ലെവൽ കാറ്റഗറീസ് ഉണ്ട്. പിന്നെ പല റിസർവേഷൻ, എനിക്ക് എല്ലാ റിസർവേഷൻസും അറിയില്ല കേട്ടോ. ക്രിസ്ത്യൻ രീതിയിൽ ക്രിസ്ത്യൻസ് ആവുന്നതിൻ്റെ ആ ഒരു റിസർവേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മുസ്ലിംസിന് റിസർവേഷൻസ് ഉണ്ട്. നിങ്ങൾ റിസർവേഷൻ ഇല്ലാത്ത ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഉള്ള ഒരു അഡ്മിഷനാണ് NRI അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ NRI അഡ്മിഷൻസ് തീർച്ചയായിട്ടും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇനി ഉള്ള ഇയറിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഫസ്റ്റ് ഈ ഒരു സ്റ്റേറ്റിലെ റിസൾട്ട് വന്നു, CBSE റിസൾട്ട് വരിക, ആ ഒരു ടൈം പെട്ടെന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്താലേ നിങ്ങൾക്ക് NRI അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ തന്നെ ഏകദേശം CBSEയുടെ റിസൾട്ട് വന്നില്ലേ, അതിൻ്റെ പിറ്റേ ദിവസം വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ NRI അഡ്മിഷൻസ് മിക്ക കോളേജസിലും ഫില്ലായിരുന്നു. ഈ ഒരു NRI അഡ്മിഷൻ എന്താണെന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതും കൂടെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. NRI അഡ്മിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ NRI അഡ്മിഷൻ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ വെളിയിലായിരുന്നു, എൻ്റെ അച്ഛൻ എബ്രോഡ് ആയിരുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു NRI അഡ്മിഷന് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, അമ്മ, പിന്നെ ഡയറക്റ്റ് ബ്ലഡ് റിലേറ്റീവ്സ്, അതായത് അമ്മയുടെയോ അച്ഛൻ്റെയോ ബ്രദേഴ്സ്, അങ്ങനെയാണ് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ ഇതാണ് നോക്കുന്നത്. ഡയറക്റ്റ് അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെ ഓൺ ബ്രദേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ്, ഇവർ എബ്രോഡ് കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ, അത് അറബിക് ആയിക്കോട്ടെ യൂറോപ്യൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എബ്രോഡ് കൺട്രീസിലാണ് നിങ്ങളുടെ ഈ ഒരു ഡയറക്റ്റ് ബ്ലഡ് റിലേറ്റീവ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർ വഴിയാണ് നിങ്ങൾക്ക് ഈ NRI അഡ്മിഷൻ കിട്ടുന്നത്.
അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ റിലേറ്റീവ്സ് എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും അവരുടെ കമ്പനി ഡീറ്റെയിൽസും അവർ നിൽക്കുന്ന സ്ഥലത്തുള്ള കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ എംബസി വഴി അറ്റാച്ച് ചെയ്ത് നമ്മുടെ കോളേജിലേക്ക്, നമ്മുടെ ഏത് കോളേജിലേക്കാണോ അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു കോളേജിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വിട്ടിട്ടാണ് നിങ്ങൾ ആ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. NRI അഡ്മിഷൻ എന്ന് പറയുന്ന ഫീസ് ഒരുപാട് ഹൈ ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ളൊരു ഫീസ് സ്ട്രക്ചർ എനിക്ക് കുറച്ചൊക്കെ അറിയാമെങ്കിലും ഞാനത് എല്ലാ കോളേജസിലും ഒരുപോലെ അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആ കോളേജിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഏത് കോളേജിലേക്കാണോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത് ആ ഒരു കോളേജിൽ കോൺടാക്ട് ചെയ്ത് ഫീസ് സ്ട്രക്ചർ ചോദിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഫീസ് കൂടുതലുള്ള സീറ്റ്സ് ആണ്. ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒരു കോളേജിലെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് വരുന്നത്. ഒരു 100% സീറ്റ്സിൽ 10 or 5% ഒക്കെ കാണത്തുള്ളൂ. ഇപ്പോൾ 70 സ്റ്റുഡൻസ് ഉള്ള ഒരു കോളേജിലാണെന്നുണ്ടെങ്കിൽ 10 സീറ്റ്സ്, 100 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 15 to 20 സീറ്റ്സ്, ഇത്രയൊക്കെ NRI സീറ്റ്സ് വരും. അത് വേഗം തന്നെ ഫില്ലായി പോകും. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന ഈ ഒരു സമയത്ത് തന്നെ മിക്ക കേരളത്തിലെ കോളേജസിലും ഫില്ലായി കാണണം. അപ്പോൾ ഇതാണ് എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ്, ഈ ഒരു എത്ര ഇൻഡെക്സ് മാർക്ക് വേണം എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ ഈസ് ഓപ്പൺ. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ആ ഒരു കൺസേൺസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലെയുള്ള വീഡിയോസ്, നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസ്, എന്തെങ്കിലും സബ്ജക്ട് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.